ഹലോ ഫ്രണ്ട്സ്, ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു ചോദിക്കുന്ന, ചേട്ടാ ഞാൻ ദുബായിൽ വരാൻ നിൽക്കുകയാണ്, ഞാൻ 1 മാസത്തെ വിസിറ്റിംഗ് വിസ എടുത്ത് വന്നാൽ മതിയോ, 2 മാസത്തെ വിസിറ്റിംഗ് വിസ എടുത്ത് വന്നാൽ മതിയോ? ഈ 1 മാസത്തെയും 2 മാസത്തെയും വിസിറ്റിംഗ് വിസ എടുത്ത് വരാന്ന് വെച്ചാൽ നിങ്ങൾ ജോബ് അന്വേഷിക്കാനാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അതുപോലെ ടെൻഷൻ പിടിച്ച കാര്യമാണ് നിങ്ങൾ വിസിറ്റിംഗ് വിസയിൽ വരാന്ന് പറയുന്നത്. കാരണം നിങ്ങൾ ഇവിടെ എത്തി അന്ന് മുതൽ നിങ്ങൾ കൗണ്ട് ചെയ്ത് തുടങ്ങും, എന്നാണ് എൻ്റെ വിസ തീര. ചിലവര് തീരാ നേരം ഒമാനിൽ പോയിട്ട് പുതുക്കി വരും, ചിലവര് ഏതെങ്കിലും ഒരു ജോലിയിൽ ഇത് തീരലിൻ്റെ ക്യാഷില്ല ഏതെങ്കിലും ഒരു ജോലി വിചാരിച്ച് കയറും. എങ്കിൽ ഞാൻ അധികം പേരോടും പറയല്, നിങ്ങൾ വിസിറ്റിംഗ് വിസ ചൂസ് ചെയ്യേണ്ടതാണ്. കാരണം ഞാൻ ഇവിടെ ഒരു കമ്പനിയെ മെൻഷൻ ചെയ്യാം, കാരണം ഞാൻ പലർക്കും റെക്കമെൻഡ് ചെയ്തിട്ടുള്ളതാണ്. ഇവരെ കയ്യിൽ 2 ഇയർ റെസിഡൻസ് വിസ ഉണ്ട്. അതുപോലെ തന്നെ ഈ വിസയിൽ നിന്നിട്ട് നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്യാം. ഈ വിസയിൽ 1 വർഷത്തെ മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട്. കൂടാതെ നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലി വരെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാം. പലരും പേഴ്സണൽ മെസ്സേജ് അയച്ചിട്ട് ഞാൻ റീപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ എന്തായാലും ആ കമ്പനിയെയും അതുപോലെ തന്നെ അവരുടെ നമ്പറും, കാരണം ഞാൻ പലർക്കും ഇത് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കുറഞ്ഞ ചിലവിൽ നിങ്ങൾക്ക് റെസിഡൻസ് വിസ 2 വർഷത്തെ കിട്ടുകയാണ്. അതുപോലെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസിന് അപ്ലൈ ചെയ്യാം, ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയെ സ്പോൺസർ ചെയ്യാം. പിന്നെ 1 വർഷത്തെ മെഡിക്കൽ ഇൻഷുറൻസും ഈ വിസയിൽ തന്നെ ഉണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ ഈ നമ്പറിൽ ബന്ധപ്പെടാം. അപ്പോൾ ഫോളോ ചെയ്യാൻ മറക്കല്ല. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.